നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ പുതിയ ചരിത്രം കുറിക്കപ്പെട്ട ദിവസമാണിന്ന്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 1 ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഇന്നലെ പവന് 99,840 രൂപയായിരുന്നു വില. ഇന്ന് രാവിലെ 1,760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയിലെത്തി. ഗ്രാമിന് 220 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക്. സ്വർണത്തിന് പുറമെ ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങളും കടത്തിയതായി അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചു. ഒരു വിദേശ മലയാളി വ്യവസായിയാണ് കേസിലെ നിർണായകമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ചെന്നൈ സ്വദേശിയായ ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ കൈമാറിയത്. തിരുവനന്തപുരത്ത് നടന്ന പണപ്പിടപാടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മണിക്കും പുറമെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനും പങ്കെടുത്തതായി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് കാത്തിരുന്ന കർഷകർക്ക് കനത്ത പ്രഹരമേകി പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഇരു ജില്ലകളിലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആലപ്പുഴയിലെ 8 പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തു. പയ്യന്നൂരിൽ നടുക്കം മാറാതെ രാമന്തളി. പിഞ്ചുകുഞ്ഞുങ്ങളടക്കം കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. പയ്യന്നൂർ. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് രാമന്തളി വടക്കുംപാട് ഒരേ കുടുംബത്തിലെ 4 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 പിഞ്ചുകുഞ്ഞുങ്ങളും അച്ഛനും മുത്തശ്ശിയുമാണ് മരിച്ചത്. കുടുംബ തർക്കത്തെ തുടർന്നുള്ള കോടതി വിധിയാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. KT കലാധരൻ, കലാധരന്റെ അമ്മ, മക്കൾ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര പോരുമുറുകുന്നു. ഡൽഹിയിലെ വിസ സേവനങ്ങൾ ബംഗ്ലാദേശ് നിർത്തിവെച്ചു. അയൽരാജ്യമായ ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അതീവ ഗുരുതര പ്രതിസന്ധിയിലേക്ക്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഇന്ത്യക്കാർക്കുള്ള വിസ, കോൺസുലർ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾ കാരണമാണ് നടപടിയെന്ന് ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുകയുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.